നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ 11ാം സീസണിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളിലാണ് ഇപ്പോൾ ഉള്ളത്. ഇന്നലെ നടന്ന സൗഹൃദ മത്സരത്തിൽ മുഹമ്മദൻ എസ്സിയെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്താൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിരുന്നു. സൂപ്പർ താരം നോഹ സദോയി ആ ഒരു മത്സരത്തിൽ ഗോൾ കണ്ടെത്തിയിരുന്നു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ISL ആദ്യ മത്സരത്തിൽ പഞ്ചാബ് FC ആണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളികൾ. സെപ്റ്റംബർ 15-ാം തീയതി കൊച്ചി കലൂർ ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക. ഈ മത്സരത്തിൽ നോഹ സദോയി കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചേക്കില്ല. അദ്ദേഹത്തിന് സസ്പെൻഷൻ ആണ് എന്നുള്ള റൂമറുകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, കഴിഞ്ഞ സീസണിൽ FC ഗോവയ്ക്ക് വേണ്ടി 2 സെമി ഫൈനൽ മത്സരങ്ങൾ നോഹ സദോയി കളിച്ചിരുന്നു. അതിൽ നിന്ന് 2 യെല്ലോ കാർഡുകൾ അദ്ദേഹത്തിന് വഴങ്ങേണ്ടി വന്നിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ 2 യെല്ലോ കാർഡുകൾ വഴങ്ങിയതിനാൽ അദ്ദേഹത്തിന് സസ്പെൻഷൻ ഈ ഒരു സീസണിലും ബാധകമാണ് എന്നുള്ള റൂമറുകൾ പുറത്തേക്ക് വന്നു. അതുകൊണ്ട് തന്നെ പഞ്ചാബിനെതിരെ നോഹ സദോയി ഉണ്ടാകില്ല എന്നായിരുന്നു റൂമറുകൾ. ഇതിൻ്റെ നിജസ്ഥിതി ഇപ്പോൾ മാർക്കസ് മെർഗുലാവോ വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അറിവ് വെച്ചുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതായത് 2 യെല്ലോ കാർഡുകൾ ലഭിച്ചു കഴിഞ്ഞാൽ, സെമിയിൽ 2 യെല്ലോ കാർഡുകൾ ലഭിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഫൈനൽ മത്സരം നഷ്ടമാകും. പക്ഷേ ഗോവ ഫൈനലിന് യോഗ്യത നേടിയിരുന്നില്ല. അതുകൊണ്ട് ആ സസ്പെൻഷൻ അവിടെ അങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ റെഡ് കാർഡിൻ്റെ സസ്പെൻഷൻ മാത്രമാണ് തൊട്ടടുത്ത സീസണിലേക്ക് പോവുക. മറിച്ച് യെല്ലോ കാർഡുകളുടെ കാര്യങ്ങൾ, ആ ഒരു കണക്കുകൾ ആ ഒരു ടൂർണമെൻറ്റിലോ അല്ലെങ്കിൽ ആ ഒരു എഡിഷനിലോ മാത്രം ഒതുങ്ങി നിൽക്കും. പുതിയ സീസണിലേക്ക് അത് ബാധകമാവില്ല എന്നുള്ളതാണ് തൻ്റെ അറിവ് എന്നാണ് മാർക്കസ് മെർഗുലാവോ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അറിവ് വെച്ച് കേരള ബ്ലാസ്റ്റേഴ്സും പഞ്ചാബ് FCയും തമ്മിലുള്ള മത്സരത്തിൽ നോഹ സദോയിക്ക് കളിക്കാൻ കഴിയും എന്നാണ് മെർഗുലാവോ പറഞ്ഞിട്ടുള്ളത്. ഇക്കാര്യത്തിൽ സ്ഥിരീകരണം പിന്നെ നൽകാമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ഏതായാലും നിലവിലെ അദ്ദേഹത്തിൻ്റെ അറിവ് വെച്ച് നോഹ സദോയി ആദ്യ മത്സരത്തിൽ കളിക്കും എന്നുള്ളതാണ്. എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും അദ്ദേഹം തൻ്റെ ട്വിറ്ററിലൂടെ അറിയിക്കുകയും ചെയ്യും. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.